ആരാണ് ഹീറോ? ആരാണ് നായകൻ? അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ചോദ്യം. അതായത് ഞാൻ ചോദിച്ച ചോദ്യമല്ല, സിനിമയിലെ തീം ഇതാണ്. അതായത് ജയിക്കുന്നവനാണോ ഹീറോ, തോൽക്കുന്നവനാണോ ഹീറോ, അവസാനം വരെ പോരാടുന്നവനാണോ ഹീറോ, എന്തിനു വേണ്ടി ജയിക്കുന്നവൻ എന്നും അതും പ്രധാനമാണോ? അതായത് എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജയിക്കാൻ ശ്രമിക്കുന്നത്, അത് പ്രസക്തമാണോ? ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ആന്റണി വർഗീസിൻ്റെ ദാവീദ്. ഓബ്വിയസ്ലി ഇതൊരു ഡേവിഡ് ആൻഡ് ഗോലിയത്ത് കഥയാണ്. ഒരു അണ്ടർ ഡോഗ് സ്പോർട്ടിംഗ് ഡ്രാമയാണ്. ഏറ്റവും വലിയ അണ്ടർ ഡോഗ് സിനിമയായ റോക്കിയുടെ ഓബ്വിയസ്ലി എനിക്ക് തോന്നുന്നു റോക്കിക്ക് ശേഷം സിൽവർ സ്റ്റാലോണിൻ്റെ റോക്കിക്ക് ശേഷം വന്ന എല്ലാ അണ്ടർ ഡോഗ് പടങ്ങൾക്കും റോക്കിയുടെ ഒരു റിസംബ്ലൻസ് കാണാം. അത് ഇതിലും ഉണ്ട്. അതൊരു പ്രശ്നമല്ല. ഇതൊരു ബോക്സിംഗ് ഫിലിമാണ്. ആന്റണി വർഗീസ് വേഴ്സസ് മോ ഇസ്മായിൽ. മോ ഇസ്മായിൽ ഒരു ഈജിപ്ഷ്യൻ ബോൺ അമേരിക്കൻ ആക്ടറാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള മത്സരമാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. ഇവർ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, അവസാനം എന്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കഥയുടെ മെയിൻ തീം. ഓബ്വിയസ്ലി സ്പോർട്ടിംഗ് ഡ്രാമാസിന് ഒരു വീക്ക്നെസ് ഉണ്ട്. എന്താ വെച്ചാൽ അതിന് ഒരു ക്ലൈമാക്സേ പലപ്പോഴും കാണത്തുള്ളൂ. 90% പടങ്ങളിൽ, ഈ പടത്തിൽ എങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷേ 90% പടങ്ങളിലും ക്ലൈമാക്സ് ഒന്നേ കാണത്തുള്ളൂ. മാക്സിമം പോയ ഒരു ഓപ്ഷനോട് കാണുമായിരിക്കും. ദാവീദ് എന്ന പടത്തിൽ മാക്സിമം അവർ ക്ലീഷേഴ്സ് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴും അതാണ് എല്ലാ സ്പോർട്ടിംഗ് ഡ്രാമയുടെയും ഏറ്റവും വലിയ ചാലഞ്ചും ഹൈലൈറ്റും ആവേണ്ടത്. ഗോവിന്ദ് വിഷ്ണുവിൻ്റെയാണ് സംവിധാനം. ഗോവിന്ദ് വിഷ്ണുവിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ. ലിജോ മോൾ ജോസാണ് ആന്റണി വർഗീസിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. ലിജോ മോൾ ജോസിൻ്റെ ഉഗ്രം പ്രകടനമാണ്. ലിജോ മോൾ ജോസ് ഏത് ക്യാരക്ടർ എടുത്താലും വളരെ ഭംഗിയായിട്ട് വരുന്നുള്ളതായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എപ്പോഴും. ആന്റണി വർഗീസിൻ്റെ റോൾ എന്ന് വെച്ചാൽ, ക്യാരക്ടർ എന്ന് വെച്ചാൽ, ആഷിക് കപൂർ എന്നാണ് പേര്, ക്യാരക്ടറിൻ്റെ പേര് ആഷിക് കപൂർ. അപ്പോൾ ഡയറക്ടർ ആഷിക് കപൂറിന് നന്ദി കാണിക്കുന്നുണ്ട് പടം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ആഷിക് കപൂർ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ഭാര്യയുടെ ചിലവിൽ കഴിയുന്ന ഒരു വെള്ളപ്പോഴൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന, ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന, എന്നാൽ ഭാര്യയോടും മോളോടും വളരെ വളരെ സ്നേഹമുള്ള ഒരാളായിട്ടാണ് ആഷിക് കപൂർ. ആഷിക് കപൂറിൻ്റെ കൊച്ചാപ്പനായിട്ടാണ് സൈജു കുറുപ്പിൻ്റെ കഥാപാത്രം. ഇതാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ദാവീദിൻ്റെ BGM നല്ലതാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെയാണ് BGM. ജസ്റ്റിൻ വർഗീസ് പൊന്മാൻ, സ്കൈഫോഴ്സ് എന്നിവയുടെയൊക്കെ മ്യൂസിക് ചെയ്ത ആളാണ്. ദാവീദിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവും, ഡയറക്ടറായ ഗോവിന്ദ് വിഷ്ണുവും ദീപു രാജീവിനും കൂടെ ചേർന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് സ്പോർട്സ് ഡ്രാമയാണ്. എൻജോയബിളാണ്, ചില സമയത്ത് ഗ്രിപ്പിംഗ് ആണ്, മൊത്തത്തിൽ സാറ്റിസ്ഫാക്ടറി ആണ് എന്നും പറഞ്ഞുകൊണ്ട് പെപ്പെ അഭിനയിച്ച RDX, അതിലും ബോക്സിംഗ് ക്യാരക്ടറാണ്, ബോക്സ് ചെയ്യുന്ന ഒരാളാണ്, ബോക്സറാണ്. അപ്പോൾ RDX കണക്കുള്ളൊരു പടമായിട്ട് പ്രതീക്ഷിക്കേണ്ട, കാരണം അത്രയ്ക്ക് വലിയ ത്രില്ലിങ്ങോ ഹൈസോ തരുന്ന ഒരു പടമല്ല. സിനിമയിൽ വിജയരാഘവനുണ്ട്. രാഘവൻ എന്ന കഥാപാത്രമായിട്ടാണ്, റിയൽ ലൈഫ് ക്യാരക്ടറായിട്ടാണ് അവസാനം എഴുതി കാണിക്കുന്നത്. ബോക്സിംഗ് അക്കാഡമി, കോഴിക്കോട് ഒരു ബോക്സിംഗ് അക്കാഡമി നടത്തുന്ന ആളാണ് രാഘവേട്ടൻ. ക്യൂബ എന്നാണ് ബോക്സിംഗ് അക്കാഡമിയുടെ പേര്. രാഘവേട്ടനാണ് ബോക്സിംഗ് സ്ട്രാറ്റജീസൊക്കെ നമ്മുടെ പെപ്പയ്ക്ക്, ആന്റണി വർഗീസിന് പറഞ്ഞു കൊടുക്കുന്നത്, ആഷിക് കപൂറിന് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ മുതലാണ് കഥ വഴിത്തിരിവ് ആവുന്നത്. സിനിമയിൽ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസിൻ്റെ കഥാപാത്രം എനിക്ക് അത്ര രസിച്ചില്ല. കാരണം ഒരു മിസ്ഫിറ്റായിട്ട് തോന്നി. ആ ഒരു പ്ലേസ്മെൻറ്റ്, ആ ഒരു എപ്പിസോഡ് ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ എപ്പിസോഡ് വേറെ രീതിയിൽ ആക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ഈ സിനിമയിൽ ഒരു വളരെ നല്ലൊരു ഷോട്ടുണ്ട്, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഷോട്ടാണത്. ലിജോ മോൾ ജോസും ആന്റണി വർഗീസും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഒന്ന് കിടക്കും. അതൊരു ബോക്സിംഗ് റിങ്ങിലാണ്. ആ ബോക്സിംഗ് റിങ്ങിന് ചുറ്റും വെള്ളമാണ്. ബോക്സിംഗ് റിങ് വെള്ളത്തിലാണ്, ഒരു പുഴയുടെയൊക്കെ അരികത്ത് പോലെയാണ് കാണപ്പെടുന്നത്. അത് വളരെ മനോഹരമായ ഫ്രെയിമിംഗ് ആയിട്ട് തോന്നി, വളരെ നല്ലൊരു ഷോട്ടായിട്ട് തോന്നി. പലതും കൊണ്ടും ഇമോഷണലി ആണെങ്കിലും വളരെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി അത് ചെയ്തത്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ
എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പടമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഫിലിം, ഇറ്റ്സ് എ ഡീസൻറ്റ് വാച്ച്. 3 stars out of 5. Sanity Verghese David. Thanks for watching. Bye.